Dear students, welcome back to our social science class. In the last class, we discussed about from Portugal to Calicut. Today, we are going to study about the Dutch. The Dutch were another European force who reached India following the Portuguese. Kochi and Kollam were the chief trade centers of the Dutch. The Dutch were another European force to reach India following the Portuguese. പോർച്ചുഗീസുകാർക്ക് ശേഷം യൂറോപ്പിൽ നിന്ന് കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ മറ്റൊരു വിഭാഗമായിരുന്നു ഡച്ചുകാർ. കഴിഞ്ഞ ദിവസം ടീച്ചർ പറഞ്ഞു, ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്, രണ്ടാമത് വന്നത് ഡച്ചുകാർ ആണെന്ന് ടീച്ചർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അന്നേരം ഈ പോർച്ചുഗീസുകാർക്ക് ശേഷം കച്ചവടത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് വന്ന അനദർ യൂറോപ്യനാണ് ദ ഡച്ച്. അവരുടെ ചീഫ് ട്രേഡ് സെൻറ്റേഴ്സ് എവിടെയൊക്കെയാണ്? കൊച്ചി ആൻഡ് കൊല്ലം വെയർ ദ ചീഫ് ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ദി ഡച്ച്. കൊച്ചി, കൊല്ലം എന്നിവയായിരുന്നു അവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. പോർച്ചുഗീസുകാരുടെ എവിടെയൊക്കെയായിരുന്നു? ഗോവ, ദാമൻ ആൻഡ് ദിയു. ഡച്ചുകാരുടെ ചീഫ് ട്രേഡ് സെൻറ്റേഴ്സാണ് കൊച്ചി ആൻഡ് കൊല്ലം. ഇതൊക്കെ ഓർത്തിരിക്കണം. It was Vandrade, a Dutch governor, who initiated the compilation of Hortus Malabaricus, a book on the medicinal plants of Kerala. നമ്മുടെ നാട്ടിലെ കേരളത്തിലെ മെഡിസിനൽ പ്ലാന്റ്സ്, ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ബുക്ക് തയ്യാറാക്കാൻ മുൻകൈയെടുത്തത് ഡച്ച് ഗവർണറായ വാൻഡ്രീഡാണ്. ഇറ്റ് വാസ് വാൻഡ്രീഡ്, ഡച്ച് ഗവർണറായ വാൻഡ്രീഡാണ് കേരളത്തിലെ മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ചുള്ള ബുക്ക്. ബുക്കിൻ്റെ പേരെന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ബുക്ക് തയ്യാറാക്കാൻ നേതൃത്വം അല്ലെങ്കിൽ തയ്യാറാക്കാൻ മുൻകൈ എടുത്തത് ആരാണ്? ഡച്ച് ഗവർണർ വാൻഡ്രീഡ്. ഹി കംപ്ലീറ്റഡ് ദി ബുക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇട്ടി അച്യുതൻ വൈദ്യർ. മലയാളിയായ ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടെയാണ് ഈ ബുക്ക് തയ്യാറാക്കിയത്. ആരാണ് അത്? ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ബുക്ക് തയ്യാറാക്കാൻ വേണ്ടി വാൻഡ്രീഡിനെ ഹെൽപ്പ് ചെയ്തത് ആരാണ്? ഇട്ടി അച്യുതൻ വൈദ്യർ. ദി ഡച്ച് ഫോർട്ട് വിത്ത് മാർത്താണ്ഡവർമ്മ, ദി കിങ് ഓഫ് ട്രാവൻകൂർ, ഫോളോയിങ് ദി ഡിസ്പ്യൂട്ട്സ് ഓവർ ട്രേഡ്. കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളുടെ ഫലമായി തിരുവിതാംകൂറിലെ രാജാവായ മാർത്താണ്ഡവർമ്മയുമായി ഡച്ചുകാർ എന്ത് ചെയ്തു? യുദ്ധം ചെയ്തു. ദ ഡച്ച് ഫോർട്ട് വിത്ത് മാർത്താണ്ഡവർമ്മ. ഡച്ചുകാർ ഫൈറ്റ് ചെയ്തു, യുദ്ധം ചെയ്തു. ആരുമായിട്ട്? മാർത്താണ്ഡവർമ്മ, ദി കിങ് ഓഫ് ട്രാവൻകൂർ, ട്രാവൻകൂറിലെ രാജാവായ മാർത്താണ്ഡവർമ്മയുമായിട്ട്. ഫോളോയിങ് ദി ഡിസ്പ്യൂട്ട്സ് ഓവർ ട്രേഡ്. കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളുടെ ഫലമായി എന്ത് ചെയ്തു? തിരുവിതാംകൂറിലെ രാജാവായ മാർത്താണ്ഡവർമ്മയുമായി ഡച്ചുകാർ യുദ്ധം ചെയ്തു. ദി ഡച്ച് വെയർ ഡിഫീറ്റഡ് ഇൻ ദി ബാറ്റിൽ ഓഫ് കൊളച്ചൽ ഇൻ 1741. 1741 കുളച്ചലിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ എന്ത് ചെയ്തു? ഡച്ചുകാർ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. അപ്പോൾ എന്നാണ് ബാറ്റിൽ ഓഫ് കൊളച്ചൽ? 1741. They lost their ground in India with this war. The Dutch were also called Latins. ഇതോടെ ഈ കൊളച്ചൽ ബാറ്റിലോടുകൂടി എന്ത് ചെയ്തു? ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ എന്ത് ചെയ്തു? നഷ്ടമായി. ഈ കൊളച്ചൽ വാറോടുകൂടി ഡച്ചുകാരുടെ അടിത്തറ ഇന്ത്യയിൽ നഷ്ടമായി. ദ ഡച്ച് വെയർ ആൾസോ കാൾഡ് ലാന്തൻസ്. ഡച്ചുകാരെ ലന്തക്കാർ, ലാന്തൻസ് എന്നാണ് വിളിക്കുന്നത്. പോർച്ചുഗീസുകാരെ എന്തായിരുന്നു നമ്മൾ വിളിക്കുന്നതെന്നാണ് പറഞ്ഞത്? പറങ്കീസ്. അതേപോലെ ഡച്ചുകാരെ വിളിക്കുന്ന പേരാണ് ലാന്തൻസ്. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ശേഖരണം തന്നിട്ട് പതിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യണം. യു ഗോട്ട് ആൻ ഐഡിയ അബൌട്ട് ഹോർത്തൂസ് മലബാറിക്കസ്, ഡിഡ്ന്റ് യു? കളക്ട് ദി ഫോക്ക് വിസ്ഡം ഓൺ ദി മെഡിസിനൽ പ്ലാന്റ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് പ്രിപ്പയർ എ മാഗസിൻ ഓൺ ഇറ്റ്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തുള്ള ഔഷധ സസ്യങ്ങളെ പറ്റിയുള്ള നാട്ടറിവുകൾ ശേഖരിച്ച് ഒരു പതിപ്പ് തയ്യാറാക്കുക. അതായത് നമ്മുടെ ചുറ്റുപാട് ലഭ്യമായ മെഡിസിനൽ പ്ലാന്റ്സ് കളക്ട് ചെയ്ത് ഒരു പേപ്പറിൽ ഒട്ടിച്ചിട്ട് അതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ എഴുതി ഒരു പതിപ്പ് തയ്യാറാക്കുക. പതിപ്പ് തയ്യാറാക്കി കൈവെക്കുക. ടീച്ചർ പറയുമ്പോൾ സ്കൂളിൽ കൊണ്ടുവന്ന് തന്നാൽ മതി. അന്നേരം ഇത്രയുമാണ് ഡച്ചുകാരെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എന്തൊക്കെയാണ് പോർച്ചുഗീസുകാർക്ക് ശേഷം
ഇന്ത്യയിൽ കച്ചവടത്തിന് വന്ന അനദർ യൂറോപ്യനാണ് ഡച്ചുകാർ. അവരുടെ ചീഫ് ട്രേഡ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് കൊച്ചിയും കൊല്ലമാണ്. അതേപോലെ കേരളത്തിലെ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ കുറിച്ചുള്ള ബുക്ക് തയ്യാറാക്കാൻ, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ബുക്ക് തയ്യാറാക്കാൻ മുൻകൈ എടുത്തത് ഡച്ച് ഗവർണറായ വാൻഡ്രീഡാണ്. അദ്ദേഹത്തെ ആ ബുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത് മലയാളിയായ ഇട്ടി അച്യുതൻ വൈദ്യരാണ്. ഈ കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളുടെ ഫലമായി ട്രാവൻകൂറിലെ രാജാവായ മാർത്താണ്ഡവർമ്മയുമായിട്ട് ഡച്ചുകാർ യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിന് പറയുന്ന പേരാണ് ബാറ്റിൽ ഓഫ് കൊളച്ചൽ. 1741 നടന്നത്. ഈ കൊളച്ചൽ ബാറ്റിലോടുകൂടി എന്ത് ചെയ്തു? ഡച്ചുകാർ പരാജയപ്പെടുകയും ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമാവുകയും ചെയ്തു. അതേപോലെ ഡച്ചുകാരെ വിളിക്കുന്ന വേറൊരു പേരാണ് ലാന്തൻസ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഡച്ചുകാർക്ക് ശേഷം ഇന്ത്യയിൽ കച്ചവടത്തിന് വന്നത് ആരാണ്? ഇംഗ്ലീഷുകാരാണ്. ദി അഡ്വെൻറ്റ് ഓഫ് ദി ഇംഗ്ലീഷ്. The English East India Company was formed in England in 1604, trade with the countries like India and China. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി 1600 ലണ്ടനിൽ ഒരു കമ്പനി അവർ രൂപീകരിച്ചു, ഇംഗ്ലീഷുകാർ. ആ കമ്പനിയുടെ പേരെന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. മനസ്സിലായോ? ഇന്ത്യയിലും ചൈനയിലും കച്ചവടം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷുകാർ രൂപീകരിച്ചൊരു കമ്പനിയുടെ പേരാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അവിടെ എവിടെയാണ് അത് രൂപീകരിച്ചത്? ലണ്ടനിലാണ് രൂപീകരിച്ചത്. എന്നാണ് രൂപീകരിച്ചത്? 1600. മനസ്സിലായല്ലോ. സൂറത്ത് ഇൻ ഗുജറാത്ത് വാസ് ദി ഫസ്റ്റ് ട്രേഡ് സെൻറ്റർ ഓഫ് ദി കമ്പനി ഇൻ ഇന്ത്യ. ഈ ഇംഗ്ലീഷുകാരുടെ അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം എന്ന് പറയുന്നത്, ഫസ്റ്റ് ട്രേഡ് സെൻറ്റർ എന്ന് പറയുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ സൂറത്തായിരുന്നു. അതുപോലെ നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ചും പറഞ്ഞായിരുന്നു. അവർ ദാമൻ ആൻഡ് ദിയു ടീച്ചർ പറഞ്ഞതാണല്ലോ. അന്നേരം ഇംഗ്ലീഷുകാർ സ്ഥാപിച്ച അവരുടെ ഫസ്റ്റ് ട്രേഡ് സെൻറ്റർ എന്ന് പറയുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ സൂറത്ത് ആയിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? ദി ആൾസോ എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡിംഗ് സെൻറ്റേഴ്സ് അറ്റ് ബോംബെ, കൽക്കട്ട ആൻഡ് മദ്രാസ്, കൽക്കത്ത, ബോംബെ എന്നിവിടങ്ങളിലും അവരെന്ത് ചെയ്തു? വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. ഈ സൂറത്തിലെ കൂടാതെ, ഗുജറാത്തിലെ സൂറത്തിലെ കൂടാതെ അവർ മദ്രാസ്, കൽക്കത്ത, ബോംബെ എന്നിവിടങ്ങളിലും എന്ത് ചെയ്തു? അവർ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. മനസ്സിലായല്ലോ. അന്നേരം ഈ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷുകാർ രൂപീകരിച്ച കമ്പനിയുടെ പേരാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. എവിടെയാണ് അത് രൂപീകരിച്ചത്? ഇംഗ്ലണ്ടിലാണ് രൂപീകരിച്ചത്. 1600 രൂപീകരിച്ചത്. അവരുടെ ഫസ്റ്റ് ട്രേഡ് സെൻറ്റർ എന്ന് പറയുന്നത് ഗുജറാത്തിലെ സൂറത്തായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? മദ്രാസ്, കൽക്കത്ത, ബോംബെ എന്നിവിടങ്ങളിലും അവരുടെ ട്രേഡ് സെൻറ്റേഴ്സ് അവർ സ്ഥാപിച്ചു. ഇനി അടുത്തത് ആരാണ് ഇന്ത്യയിൽ കച്ചവടത്തിന് വേണ്ടി വന്നത്? ഫ്രഞ്ചുകാരാണ്. ആരാണ് നാലാമത് വന്നത്? ഫ്രഞ്ചുകാർ. നോക്കിയേ, ഇംഗ്ലീഷുകാർ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചതുപോലെ ഫ്രഞ്ചുകാർ എന്ത് ചെയ്തു? ദി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1664 ആൻഡ് ഫ്രഞ്ച് റീച്ച്ഡ് ഇന്ത്യ ഫോർ ദി പർപ്പസ് ഓഫ് ട്രേഡ്. അതായത് 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു ഇംഗ്ലീഷുകാർ. 1664 ഏതാണ് രൂപീകരിച്ചത്? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. എന്നാണ് 1600. ഇതെല്ലാം ഓർത്തിരിക്കുക. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. അങ്ങനെ അവർ കച്ചവടത്തിൽ ലക്ഷ്യവുമായി ഇന്ത്യയിലെത്തി. അവർ എവിടെയൊക്കെയാണ് ചീഫ് ട്രേഡ് സെൻറ്റേഴ്സ് സ്ഥാപിച്ചത്? പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ തുടങ്ങിയവയായിരുന്നു അവരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. അവരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം എവിടെയായിരുന്നു? ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? പോണ്ടിച്ചേരി ആയിരുന്നു. പോണ്ടിച്ചേരി വാസ് ദിയർ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇനി ടെക്സ്റ്റിൽ ഒരു മാപ്പ് തന്നേക്കുന്നതെല്ലാം ശ്രദ്ധിച്ചോ? പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് യൂറോപ്യൻ ട്രേഡ് സെൻറ്റേഴ്സ് ബേസ്ഡ് ഓൺ ദി മാപ്പ് ഗിവൺ അബവ്. യു ക്യാൻ യു ഐഡൻറ്റിഫൈ എനി കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദീസ് ട്രേഡ് സെൻറ്റേഴ്സ്? ഇൻ വിച്ച് സ്റ്റേറ്റ്സ് ഡു ദീസ് സെൻറ്റേഴ്സ് പ്രസൻ്റ്ലി സിറ്റുവേറ്റഡ്? ഈ മാപ്പ് എല്ലാവരും നോട്ട്ബുക്കിൽ വരയ്ക്കുക. നോട്ട്ബുക്കിൽ വരച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ഇന്ത്യയുടെ അതായത് ഈ വാണിജ്യ കേന്ദ്രങ്ങൾ, ഓരോ യൂറോപ്യന്മാരും കച്ചവടത്തിന് വന്ന വാണിജ്യ കേന്ദ്രങ്ങൾ, സ്ഥലങ്ങൾ എന്ത് ചെയ്യുക? പട്ടിക തയ്യാറാക്കുക. ഈ വാണിജ്യ കേന്ദ്രങ്ങൾക്ക് ഏതെങ്കിലും പൊതുവായ സവിശേഷത നിങ്ങൾ കാണുന്നുണ്ടോ?
ഈ കേന്ദ്രങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ്? അന്നേരം ഈ മാപ്പ് അതേപോലെ വരച്ചിട്ട് അടയാളപ്പെടുത്തുക. അതിനുശേഷം പിന്നെ അവരുടെ ട്രേഡ് സെൻറ്റേഴ്സും അതേപോലെ ഇപ്പം അത് ഏത് സ്റ്റേറ്റിലാണെന്നുള്ളതും 2 കോളം വൈസായിട്ട് എഴുതണം. ഇത്രയും കാര്യങ്ങൾ ടീച്ചർ ഇന്ന് പഠിപ്പിക്കുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. ഓക്കെ.